ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ധനുമാസരാവിന്റെ കുളിരുമായി വീണ്ടും ഒരു തിരുവാതിര കൂടി വന്നെത്തി. അന്യം നിന്നുപോയ തിരുവാതിര ആഘോഷത്തിന് പുതുജീവൻ നൽകുന്നത് ഇന്ന് യുവതലമുറയാണ്. തിരുവാതിരയെ വരവേറ്റ് നഗര കാഴ്ചകളിലേക്ക് കടക്കും മുമ്പ് കാണാം പ്രധാന വാർത്തകൾ. ജിഷ്ണുവിന്റെ മരണത്തിന് ഉത്തരവാദികൾ ഭരണകൂടമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയ്. അന്വേഷണമെന്ന പ്രഹസനം നടത്തി കേസ് തേച്ചുമായ്ച്ചു കളയാൻ ശ്രമമെന്നും VS ജോയ്. വെല്ലുവിളികളെ മറികടന്ന് മലപ്പുറത്തു നിന്നൊരു സംഘം കോഴിക്കോട്ട്. കളിച്ചും ചിരിച്ചും നഗരക്കാഴ്ചകൾ കണ്ട് മടക്കം. ധനുമാസ തിരുവാതിരയെ വരവേറ്റ് മലയാളി മംഗമാർ. നാടും നഗരവും ആഘോഷ നിറവിൽ. വാർത്തകൾ വിശദമായി. ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലെ ആഘോഷങ്ങൾക്ക് നാടും നഗരവും ഏറ്റെടുത്തു കഴിഞ്ഞു. നഗരപ്രദേശങ്ങളിൽ വർണ്ണാഭമായ ഘോഷയാത്രയും പുലികളിയും കൊണ്ട് ആവേശഭരിതമാകുമ്പോൾ ഗ്രാമങ്ങളിൽ സ്ത്രീകൾ വ്രതമെടുത്തും തിരുവാതിര കളിച്ചുമാണ് തിരുവാതിര മഹോത്സവത്തെ വരവേറ്റത്. ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് തിരുവാതിര മഹോത്സവം. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് തിരുവാതിര നാളിൽ പരമശിവന്റെ പിറന്നാൾ കൂടിയാണ്. ഡിസംബർ 15-നും ജനുവരി 15-നും ഇടയിലുള്ള തിരുവാതിരയ്ക്ക് വിശ്വാസികൾ ഏറെ പ്രാധാന്യമാണ് നൽകിവരുന്നത്. നാടും നഗരവും തിരുവാതിരയെ വരവേൽക്കുന്നതും ആഘോഷിച്ചു തന്നെ. വർണ്ണാഭമായ ഘോഷയാത്രയും പുലിക്കളിയും ആഘോഷത്തിന്റെ മാറ്റുകൂട്ടുന്നു. വ്രതങ്ങളാൽ പ്രാധാന്യമേറിയ തിരുവാതിര നാളിൽ മംഗല്യവതികളായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനു വേണ്ടിയും കന്യകമാർ വിവാഹം വേഗം നടക്കാൻ വേണ്ടിയുമാണ് വ്രതമെടുക്കുന്നത്. വ്രതദിനത്തിൽ കാച്ചിൽ, കൂർക്ക തുടങ്ങിയ നാടൻ വിഭവങ്ങൾ കൊണ്ടൊരുക്കിയ തിരുവാതിരപ്പുഴുക്കാണ് പ്രധാന ഭക്ഷണം. സൂര്യോദയത്തിനു മുൻപ് കുളത്തിൽ പോയി തിരുവാതിരപ്പാട്ട് പാടി തുടിച്ചു കുളിക്കൽ, നൊയമ്പ് നോൽക്കൽ, തിരുവാതിരക്കളി, ഉറക്കമൊഴിപ്പ്, എട്ടങ്ങാടി വെച്ച് കഴിക്കൽ, പാതിരാപ്പൂ ചൂടൽ എന്നിവയൊക്കെയാണ് തിരുവാതിര ആഘോഷത്തിന്റെ പ്രധാന ചടങ്ങുകൾ. ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കാറുണ്ട്. നാട്ടിൻ പ്രദേശങ്ങളിൽ കേരളീയ വേഷങ്ങളിലെത്തുന്ന സ്ത്രീകൾ അതിപ്രാധാന്യത്തോടെയാണ് ആഘോഷങ്ങളെ നോക്കിക്കാണുന്നത്. പണ്ടുകാലങ്ങളിൽ ഗ്രാമങ്ങളിലെ സ്ത്രീകൾ മുഴുവൻ ഏതെങ്കിലും തറവാട്ടുമുറ്റത്ത് ഒത്തുചേർന്നിട്ടായിരുന്നു തിരുവാതിര ആഘോഷിച്ചിരുന്നത്. കാലങ്ങൾക്കിപ്പുറം തിരക്കുകളിൽ ബന്ധിതപ്പെട്ട് ചുരുങ്ങിയിരിക്കുകയാണ് തിരുവാതിര മഹോത്സവം. പാമ്പാടി നെഹ്റു കോളേജിലെ വിദ്യാർത്ഥിയായ ജിഷ്ണു പ്രണയുടേത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയ്. ഇതിൽ ഭരണകൂടത്തെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത്. സ്വാശ്രയ മാനേജ്മെന്റുകളുടെ ഉൽപ്പന്നമായ സർക്കാർ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി കേസ് തേച്ചുമായ്ച്ചു കളയാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആത്മഹത്യ ചെയ്ത് 4 ദിവസം കഴിഞ്ഞ് കേരളത്തിന്റെ ഭരണകൂടം ഇന്ന് മാനേജ്മെന്റിനൊപ്പം തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണെന്ന് KSU അടിവരയിട്ട് പറയുകയാണ്. 4 ദിവസം കഴിഞ്ഞു. ഇതിലെ പ്രതികൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും ഈ സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെ അലക്കിയിട്ടില്ല. ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങൾ മുഴുവൻ പ്രഹസനമാണ്. SSLCക്കും +2-നും മികച്ച മാർക്കോടെ വിജയിച്ച ജിഷ്ണു കോപ്പിയടിച്ചു എന്ന അപവാദത്തിന്റെ പേരിലാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഇത് കൊലപാതകമാണ്. ഭരണകൂടമാണ് ഇതിന് ഉത്തരവാദി. പോലീസും ഇക്കാര്യത്തിൽ നിസ്സംഗത പുലർത്തുകയാണ്. ഇതിനെതിരെ സമരം ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കുകയും മാനേജ്മെന്റിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പോലീസിന് സർക്കാരിന്റെ പിന്തുണ ഉണ്ടെന്നും VS ജോയ് പറഞ്ഞു.
സമാന്തര സർക്കാരുകളെ പോലെയാണ് സ്വാശ്രയ മാനേജ്മെന്റുകൾ പ്രവർത്തിക്കുന്നത്. സർക്കാരുകളെ പോലും നിയന്ത്രിക്കുന്ന ഈ ശക്തികൾക്കെതിരെ നടപടിയെടുക്കാൻ ഭരണാധികാരികൾ തയ്യാറാകണം. അക്രമ രാഷ്ട്രീയത്തെ പേടിച്ച് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം പൂർണ്ണമായും നിരോധിച്ചത് സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് എന്തും ചെയ്യാമെന്ന അവസ്ഥ ഉണ്ടാക്കിയെന്നും എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നതിന് തുല്യമാണ് ഈ നടപടിയെന്നും VS ജോയ് പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പ്രത്യേക നിയമനിർമ്മാണം കൊണ്ടുവരണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപക പ്രക്ഷോഭങ്ങൾക്കും KSU നേതൃത്വം നൽകും. ശാരീരിക വെല്ലുവിളികളെ മറന്നുകൊണ്ട് കോഴിക്കോടൻ കാഴ്ചകൾ കാണാൻ SSA അരീക്കോട് BRCയിൽ നിന്നും കളിയും ചിരിയുമായി ഒരു കൂട്ടം കുരുന്നുകൾ എത്തി. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിലെ കൗതുക കാഴ്ചകളും മാനാഞ്ചിറയും ബീച്ചിലെ സായാഹ്നവും കണ്ടറിഞ്ഞാണ് അവർ മടങ്ങിയത്. ശാരീരികമായി പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ മാറ്റി നിർത്തരുതെന്ന യാഥാർത്ഥ്യമാണ് കളിയും ചിരിയുമെന്ന ഈ വിനോദയാത്ര. SSA അരീക്കോട് BRCയിലെ 20ഓളം വരുന്ന കുരുന്നുകളാണിവർ. പറഞ്ഞു മാത്രം കേട്ട കോഴിക്കോടൻ കാഴ്ചകൾ തേടിയുള്ള യാത്രയാണിത്. കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിലെ കൗതുക കാഴ്ചകൾ കാണാനാണ് ആദ്യം എത്തിയത്. യാത്രയ്ക്ക് കൂട്ടിന് തങ്ങളുടെ വീൽചെയറുമായാണ് ഇവർ എത്തിയത്. അമ്മമാരും ഒപ്പം തന്നെയുണ്ടായിരുന്നു. ശാരീരിക വെല്ലുവിളികളെ മറികടന്നുകൊണ്ടുള്ള ഈ യാത്ര ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നതാണെന്നറിഞ്ഞിട്ടും കേവലം 4 ചുവരുകൾക്കുള്ളിലുള്ള ജീവിതമല്ല ഇവരുടേതെന്നും കാണാക്കാഴ്ചകൾ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് BRC ട്രെയിനേഴ്സ് രക്ഷിതാക്കൾക്കൊപ്പം ഈ കുരുന്നുകളെ വിനോദയാത്രയ്ക്ക് കൊണ്ടുവന്നത്. അവര് ഇതുവരെ കോഴിക്കോട് കണ്ട ആകെ 3 പേരാണ് ഞങ്ങൾ കൂടെ ഉള്ളത്. അതും ഹോസ്പിറ്റലിൽ വരാൻ വേണ്ടി മാത്രമാണ് അവർ ഇതുവരെ വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു ടൂറായിട്ട് സ്കൂളിൽ നിന്ന് പോലും എല്ലാ കുട്ടികളും ടൂറിന്റെ വിശേഷങ്ങൾ പറയുമ്പോഴും ഈ കുട്ടികൾ ഇത് ആശ്ചര്യത്തോടു കൂടി കേൾക്കുക എന്നല്ലാതെ ഇത്തരത്തിലുള്ളൊരു ടൂറിന്റെ അനുഭവം അവർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു തരത്തിൽ ഈ ഒരു ടൂർ തീർച്ചയായിട്ടും അവർക്ക് ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികളാണിവർ. 6 വയസ്സു മുതൽ 14 വയസ്സുവരെ പ്രായമുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. കാഴ്ചകൾ കാണിക്കുവാനും കഥകൾ പറയുവാനും 10ഓളം ട്രെയിനർമാരും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിലെ 3D സിനിമ ഏറെ കൗതുകത്തോടെയാണ് അവർ കണ്ടു രസിച്ചത്. പിന്നീട് പ്ലാനറ്റോറിയത്തിലെ ആകാശക്കാഴ്ചയും കണ്ട് മാനാഞ്ചിറയിലും ബീച്ചിലേക്കും അവർ യാത്ര തിരിച്ചു. പ്രഭാതക്കുളിരിൽ അരീക്കോട് നിന്ന് യാത്ര തിരിച്ച ഇവർ കോഴിക്കോടിന്റെ സായാഹ്നവും കണ്ടാണ് മടങ്ങിയത്. ജിഷ്ണുവിന്റെ മരണത്തിന് ഉത്തരവാദിയായ അധ്യാപകനെതിരെയും കോളേജ് മാനേജ്മെന്റിനെതിരെയും കേസെടുക്കണമെന്ന് ABVP. യൂണിവേഴ്സിറ്റികളിലും ക്യാമ്പസുകളിലും വിദ്യാർത്ഥി യൂണിയൻ നിർബന്ധമായും രൂപീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. കോഴിക്കോട് നടക്കാൻ പോകുന്ന വിദ്യാർത്ഥിനി സമ്മേളനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ABVP സംസ്ഥാന നേതാക്കൾ. ഈ ആരോപണ വിധേയനായിട്ടുള്ള പ്രവീൺ എന്ന അധ്യാപകനെയും അതേപോലെ തന്നെ കോളേജ് മാനേജ്മെന്റിനെതിരെയും കേസെടുക്കണം എന്നുകൂടി ABVP ആവശ്യപ്പെടുന്നു. ABVP സംസ്ഥാന വിദ്യാർത്ഥിനി സമ്മേളനം ജനുവരി 14, 15 തീയതികളിൽ കോഴിക്കോട് മലാപ്പറമ്പ് വേദവ്യാസ സ്കൂളിൽ നടക്കുമെന്ന് ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രേഷ്മ ബാബു, സംസ്ഥാന സെക്രട്ടറി P. ശ്യാംരാജ് എന്നിവർ പറഞ്ഞു. ജനുവരി 14 രാവിലെ 11 മണിക്ക് MP റിച്ചാർഡ് ഹേ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ദേശീയ വൈസ് പ്രസിഡന്റ് മമത യാദവ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം മർസു കോളേജിന്റെ മുന്നിലുള്ള മൈതാനത്ത് പൊതുസമ്മേളനം നടക്കും. അഖിലേന്ത്യാ സെക്രട്ടറി O. നിതീഷ് ഉദ്ഘാടനം ചെയ്യും. ജനുവരി 15-ന് സ്ത്രീ സമൂഹം നേരിടുന്ന വെല്ലുവിളികളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. സ്ത്രീ ചേതന കൺവീനർ ഡോക്ടർ ജയശ്രീ, പ്രമുഖ ദളിത് ആക്ടിവിസ്റ്റ് ധന്യരാമൻ, മുൻ വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സരസു എന്നിവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. വിദേശ ചിത്രങ്ങളുടെ വർണ്ണ പെയ്ത്തൊരുക്കി മിനി ഫോൾഡ് ചിത്ര പ്രദർശനത്തിന് ആർട്ട് ഗാലറിയിൽ തുടക്കമായി. വിദേശികളും മലയാളികളും ഒരുമിച്ച് നടത്തുന്ന പ്രദർശനത്തിൽ 30ഓളം ചിത്രങ്ങളാണ് ഉള്ളത്. വേൾഡ് വൈഡ് ആർട്ട് മൂവ്മെന്റ് എന്ന സംഘടനയാണ് പ്രദർശനത്തിന്റെ സംഘാടകർ. ലോകരാജ്യങ്ങളിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ പിറന്ന ചിത്ര പ്രദർശനമാണ് മാനിഫോൾഡ്. വിദേശികളും മലയാളികളും ഒരുമിച്ച് നടത്തുന്ന പ്രദർശനത്തിൽ 30ഓളം ചിത്രങ്ങളാണുള്ളത്. പ്രപഞ്ച രഹസ്യങ്ങളും പ്രകൃതി ദൃശ്യങ്ങളും മനുഷ്യന്റെ ഉൾക്കാഴ്ചയുമെല്ലാം ചിത്രങ്ങളായി പിറന്നിരിക്കുന്നു. പ്രകൃതി ദൃശ്യത്തിലെ പ്രതിബിംബങ്ങളും ചുഴലിക്കൊടുങ്കാറ്റുമെല്ലാം വിദേശ ചിത്രകാരന്മാരുടെ സൃഷ്ടികളാണ്. അമേരിക്ക, ബ്രസീൽ, നെതർലാൻഡ്സ്, വിയറ്റ്നാം, പോളണ്ട് എന്നീ രാജ്യങ്ങളിലെ 9 ചിത്രകാരന്മാരും ജിൻസ് ഫാന്റസി, R. ജയന്ത്കുമാർ, അഖിൽ കൃഷ്ണൻ തുടങ്ങിയ മലയാളി ചിത്രകാരന്മാരുമാണ് മാനിഫോൾഡിന്റെ പിന്നണി പ്രവർത്തകർ. ഈ എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന വേൾഡ് വൈഡ് ആർട്ട് മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു ഇന്റർനാഷണൽ സംഘടനയാണ്. അപ്പോൾ അവരുടെ ഈ നവംബർ, ഡിസംബർ മാസങ്ങൾ അവാർഡ് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് നടത്തപ്പെടുന്ന ഒരു എക്സിബിഷനാണിത്. ചുഴലിക്കൊടുങ്കാറ്റിന്റെ പ്രതിഫലനങ്ങൾ വിദേശ ചിത്രങ്ങളുടെ വ്യത്യസ്തമായ വീക്ഷണങ്ങളാണ്. അഖിൽ കൃഷ്ണന്റെ നാടൻ പ്രകൃതി ദൃശ്യങ്ങൾ പകർത്തിയ വാട്ടർ കളർ ചിത്രങ്ങളും മാനിഫോൾഡിന്റെ ആകർഷണമായി. വാട്ടർ കളർ, ഓയിൽ പെയിന്റിംഗ്, നൈഫ് വർക്ക്, അക്രിലിക് തുടങ്ങിയ മാധ്യമങ്ങളിലൊരുക്കിയ പ്രദർശനം 12-ന് സമാപിക്കും. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ച് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ വിലക്കിഴിവും സമ്മാനങ്ങളും. 20,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കൊപ്പം ഒരു സ്വർണ്ണ നാണയം സമ്മാനം. എല്ലാ പർച്ചേസിനും ഒരു സമ്മാനം ഉറപ്പ്. ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഫൈനലി ഓർമ്മ വന്നു അല്ലേ? എന്ത് കണ്ണട മറന്നോ? വേറൊന്നും മറന്നില്ലേ? ഉറപ്പാ? ഈ മറവി എനിക്കിപ്പോ ഒരു ശീലമായി. ലാപ്ടോപ്പും സ്ക്രിപ്റ്റും ഇവിടെ തന്നെ ഇട്ടുപോയി. കണ്ണട വെച്ച് എന്താണോ ചെയ്യാൻ പോണത്? എവിടെ പോയി കണ്ണട? പില്ലോന്റെ അടിയിൽ ആരെ? ഈ കണ്ണട കാണാൻ നല്ല ഭംഗിയുണ്ട്. വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരങ്ങൾ പറയും. ഹാപ്പി ആനിവേഴ്സറി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. റെയിൽവേയുടെ അനാസ്ഥയ്ക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജനുവരി 25-ന് നിൽപ്പ് സമരം നടത്തുമെന്ന് കേരള ജനതാ പാർട്ടി സംസ്ഥാന നേതാക്കൾ പറഞ്ഞു. ഇതിന്റെ മുന്നോടിയായി ജനുവരി 15-ന് കോഴിക്കോട് മലബാർ മേഖലാ നേതൃ കൺവെൻഷനും നടത്തും. റെയിൽവേയുടെ അനാസ്ഥയാണ് പാളത്തിൽ 236 വിള്ളലുകൾ ഉണ്ടായിട്ടും പരിഹരിക്കാത്തത്. റെയിൽവേയുടെ സുരക്ഷാ വിഭാഗം പരിശോധന നടത്തി കണ്ടെത്തിയ വിള്ളലുകൾ പോലും റെയിൽവേ മാറ്റുവാൻ നടപടി സ്വീകരിക്കുന്നില്ല എന്നും ഇക്കാര്യത്തിൽ കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണെന്നും കേരള ജനതാ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ആപ്പാഞ്ചിറ പൊന്നപ്പൻ പറഞ്ഞു. ഫണ്ടിന്റെ കുറവാണെങ്കിൽ കേരളത്തിലെ MP-മാരുടെ ഫണ്ട് അടിയന്തരമായി ഇതിന് ഉപയോഗിക്കണം. മംഗലാപുരം തിരുവനന്തപുരം ഇരട്ടപ്പാത പൂർത്തീകരിക്കാൻ കോട്ടയത്തെ 40 കിലോമീറ്റർ ദൂരം അടിയന്തരമായി ഇരട്ടിപ്പിക്കുവാൻ നടപടി സ്വീകരിക്കണം. റെയിൽവേയുടെ അനാസ്ഥയ്ക്കെതിരെ ജനുവരി 25-ന് സെക്രട്ടേറിയറ്റ് മുൻപിൽ നിൽപ്പ് സമരം നടത്തുമെന്നും ഇതിന്റെ മുന്നോടിയായി മലബാർ മേഖലാ സമ്മേളനം ജനുവരി 15-ന് കോഴിക്കോട് ശിക്ഷക് സദൻ ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്നും ഭാരവാഹികളായ രാമദാസ് വേങ്ങേരി, CV ബാലൻ പുള്ളാളൂർ, VM ചന്ദ്രിക അജേഷ് എന്നിവർ പറഞ്ഞു. മലയാളം വിക്കിപീഡിയ പ്രവർത്തകനായ മനോജ് കരിങ്ങാമഠത്തിന്റെ നേതൃത്വത്തിൽ മലയാളം വിക്കിപീഡിയ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. ശിക്ഷക് സദനിൽ നടന്ന പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ഓൺലൈൻ വിജ്ഞാനകോശമായ വിക്കിപീഡിയയെ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായാണ് വർക്ക്ഷോപ്പ്. ഓൺലൈൻ വിജ്ഞാനകോശമായ വിക്കിപീഡിയ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായാണ് മലയാളം വിക്കിപീഡിയ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. കോഴിക്കോട് ശിക്ഷക് സദനിൽ മലയാളം വിക്കിപീഡിയ പ്രവർത്തകനായ മനോജ് കരിങ്ങാമഠത്തിലാണ് ക്ലാസുകൾ നയിച്ചത്. മാധ്യമ വിദ്യാർത്ഥികൾ, ആക്ടിവിസ്റ്റുകൾ തുടങ്ങിയവരുടെ പങ്കാളിത്തത്തിൽ വിക്കിപീഡിയ വ്യാപനം സമ്പന്നമാക്കാനാണ് വർക്ക്ഷോപ്പിന്റെ ലക്ഷ്യം. പൊതുവിഷയങ്ങൾക്ക് വിക്കിപീഡിയ അറിവ് പ്രദാനം ചെയ്യുമ്പോൾ പ്രധാന സമരങ്ങൾ പലപ്പോഴും തഴയപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്ലാച്ചിമട സമരം. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ പ്രധാന സമരങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുമെന്നാണ് വർക്ക്ഷോപ്പ് കണക്കുകൂട്ടുന്നത്. മിതമായ വിവരങ്ങളിൽ മാത്രം ഒതുങ്ങാതെ വിപുലമായ രീതിയിൽ കൂടുതൽ പേരുടെ അറിവുകൾ പങ്കിടാനും പരസ്പരം സംവദിക്കാനുമുള്ള വേദിയായി വിക്കിപീഡിയയെ മാറ്റാനൊരുങ്ങുകയാണ് സംഘാടകർ. കുറ്റ്യാടി സിറാജുൽ ഹുദ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കുടിവെള്ള പദ്ധതി സമർപ്പിക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം ജനുവരി 13-ന് തൊഴിൽ വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ നിർവഹിക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലാർ അധ്യക്ഷത വഹിക്കും. മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുന്നതിനാണ് മെഡിക്കൽ കോളേജിലെ വിവിധ ആശുപത്രികളിലും വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലുകളിലുമായി 5 ലക്ഷത്തോളം രൂപ ചെലവിൽ 10 വാട്ടർ പ്യൂരിഫയറുകൾ സ്ഥാപിക്കുന്നത്. കേരളത്തിലെ 14 ജില്ലാ ആശുപത്രികളിലും സിൽവർ ജൂബിലിയുടെ ഭാഗമായി കുറ്റ്യാടി സിറാജുൽ ഹുദ വാട്ടർ പ്യൂരിഫയർ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. SYS സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സഹായിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടക്കുന്നത്. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പാവപ്പെട്ട 25 കുടുംബങ്ങൾക്ക് വീട്, നിർധനരായ വിധവകൾക്കുള്ള സഹായം, 1000 ഹെൽമറ്റുകൾ, ആതുര സേവന രംഗത്തെ മികച്ച സന്നദ്ധ സേവകർക്കുള്ള അവാർഡ് തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങളും നടപ്പാക്കും. കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ജനുവരി 13-ന് തൊഴിൽ വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ നിർവഹിക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലാർ അധ്യക്ഷത വഹിക്കും. ഫെബ്രുവരി 3, 4, 5 തീയതികളിൽ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സംഗമം കുറ്റ്യാടിയിൽ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇനി നട്സ് ആൻഡ് ബോൾട്ടിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. ബിരുദ വിദ്യാർത്ഥികൾക്കായി കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം പ്രത്യേകം തയ്യാറാക്കിയ വർക്ക് ബുക്ക് നട്സ് ആൻഡ് ബോൾട്ടിന്റെ പ്രകാശനം CSI ബിഷപ്പ് റോയ് മനോജ് വിക്ടർ നിർവഹിച്ചു. കോളേജിൽ നടന്ന ചടങ്ങിലാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. നട്സ് ആൻഡ് ബോൾട്ടിലൂടെ ഇനി ഇംഗ്ലീഷിനെ ഭയമില്ലാതെ പഠിച്ചു തുടങ്ങാം.
സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന വിധത്തിലാണ് നട്ട്സ് ആൻഡ് ബോൾട്സ് എന്ന പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം പ്രത്യേകം തയ്യാറാക്കിയ പുസ്തകമാണിത്. ഡോക്ടർ പ്രേമാനന്ദ് എംഎയുടെ പുസ്തകമായ നട്ട്സ് ആൻഡ് ബോൾട്ടിന്റെ പ്രകാശനം CSI ബിഷപ്പ് റോയി മനോജ് വിക്ടർ നിർവഹിച്ചു. മുപ്പത് പ്രാക്ടീസ് ഷീറ്റുകൾക്ക് പുറമെ പ്രീ പോസ്റ്റ് ടെസ്റ്റും അടങ്ങിയതാണ് നട്ട്സ് ആൻഡ് ബോൾട്ട്. പുസ്തകത്തിന് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ലിസണിംഗ്, സ്പീച്ചിംഗ്, റൈറ്റിംഗ്, റീഡിംഗ് എന്നീ സ്കില്ലുകൾക്ക് പുറമെ ഡിക്റ്റേഷൻ, വൊക്കാബുലറി, ഫോണറ്റിക്സ് എന്നീ സ്കിൽസും ഓരോ വർക്ക്ഷീറ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 30 പ്രാക്ടീസ് ഷീറ്റുകൾ അടങ്ങുന്ന ഈ പുസ്തകം കൊണ്ടു നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അതിനും പരിഹാരമുണ്ട് നട്ട്സ് ആൻഡ് ബോൾട്ടിൽ. ഓരോ വർക്ക്ഷീറ്റും കീറിയെടുത്ത് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ചടങ്ങിൽ ഡോക്ടർ പ്രേമാനന്ദ്, മാനേജർ ജയപാൽ സാമുവൽ ചക്കായി, ഡിപ്പാർട്ട്മെന്റ് HOD വിനീത സോഫിയ ഗബ്രിയൽ, സായി ഗീത, സുബിൻ വർക്കി, ഗോഡ്വിൻ സാമ്രാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. ഇസ്ലാം സന്തുലിതമാണ് എന്ന പ്രമേയം ഉയർത്തിയാണ് സമ്മേളനം നടക്കുക. സാംസ്കാരിക സദസ്സ് ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്യും. ഇസ്ലാം സന്തുലിതമാണ് എന്ന പ്രമേയമുയർത്തി ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. എക്സിബിഷൻ, സാംസ്കാരിക സമ്മേളനം, പൊതുസമ്മേളനം തുടങ്ങി വിവിധ പരിപാടികളോടെ കടപ്പുറത്ത് വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. 7.5 പതിറ്റാണ്ടായി ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി 10 വർഷങ്ങൾക്ക് ശേഷമാണ് കോഴിക്കോട് ജില്ലാ സമ്മേളനം നടത്തുന്നത്. 10,000 ഒത്തുചേരുന്ന പൊതുസമ്മേളനത്തോടെയാണ് ജില്ലാ സമ്മേളനം സമാപിക്കുക. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സദസ്സ് വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് ബീച്ചിൽ ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്യും. ഏതെങ്കിലും വ്യക്തികളുടെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട് എന്നതിനപ്പുറത്ത് ഈ രാജ്യത്തോട്, രാജ്യവാസികളോട് ഒരു സന്ദേശം കൈമാറാനുണ്ട് എന്നതുകൊണ്ടാണ് വ്യാപകമായ പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ ഈ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് BP ബഷീർ, സെക്രട്ടറി ഫൈസൽ പൈങ്ങോട്ടായി, സമ്മേളന ജനറൽ കൺവീനർ MC സുബ്ഹാൻ ബാബു, പ്രോഗ്രാം കൺവീനർ S ഖമറുദ്ദീൻ, മീഡിയ കൺവീനർ നയീം ഗഫൂർ തുടങ്ങിയവരും പങ്കെടുത്തു. MSM ദേശീയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രോഫ്കോൺ ജനുവരി 13 പെരിന്തൽമണ്ണയിൽ ആരംഭിക്കും. 3 ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുക. ഉദ്ഘാടന പരിപാടിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മുഹമ്മദ് ബഷീർ പങ്കെടുക്കും. KNM വിദ്യാർത്ഥി വിഭാഗമായ MSM സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന 21ാമത് ദേശീയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രോഫ്കോൺ ജനുവരി 13 പെരിന്തൽമണ്ണ അൽഷിഫ കൺവെൻഷൻ സെന്ററിൽ തുടങ്ങും. രാജ്യത്തെ 100 പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ നിന്നായി 5000 വിദ്യാർത്ഥികൾ 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും. കലാലയം മതത്തിന്റെ മാനവികത വായിക്കുന്നു എന്ന പ്രമേയത്തിൽ നടക്കുന്ന ത്രിദിന സമ്മേളനത്തിൽ 15 സെഷനുകളിലായി 50 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. മത, സാമൂഹിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സമ്മേളനത്തിൽ സംബന്ധിക്കും. 13 വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ET മുഹമ്മദ് ബഷീർ MP, വൈസ് ചാൻസലർ ഡോക്ടർ മുഹമ്മദ് ബഷീർ എന്നിവർ പങ്കെടുക്കും. ശനിയാഴ്ച രാവിലെ 8:30 പഠന സെഷൻ ആരംഭിക്കും. 15 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി ഉദ്ഘാടനം ചെയ്യുമെന്നും ISM വൈസ് പ്രസിഡന്റ് നിസാർ ഒളവണ്ണ, നബീൽ ഫറൂഖി, സുഫിയാൻ എന്നിവർ പറഞ്ഞു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ച് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ വിലക്കിഴിവും സമ്മാനങ്ങളും. 20,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കൊപ്പം ഒരു സ്വർണ്ണ നാണയം സമ്മാനം. എല്ലാ പർച്ചേസിനും ഒരു സമ്മാനം ഉറപ്പ്. ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. ജെയിൻസ് ഗ്രൂപ്പ് ഓഫ് കാലിക്കറ്റിന്റെ വനിതാ വിഭാഗം സഹേലിയുടെ ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വർത്തക മണ്ഡലം ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ജെയിൻസ് ഗ്രൂപ്പ് ഓഫ് കാലിക്കറ്റിന്റെ വനിതാ വിംഗ് സഹേലിയുടെ ഉദ്ഘാടനം വർത്തക മണ്ഡലത്തിൽ നടന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജെയിൻസ് ഗ്രൂപ്പ് ഓഫ് കാലിക്കറ്റിന്റെ പുതിയ സാരഥികളെയും തെരഞ്ഞെടുത്തു. അശോകൻ ആലപ്പുറത്തിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. താമസിക്കുന്ന സ്ഥാപനത്തിന്റെ വാടക, പിന്നെ മാനസിക ഈ 3 വിഭാഗത്തെയും ഈ മേഖലയിൽ ഞങ്ങൾ സഹായിക്കുന്നത് 2 കോടി രൂപയാണ് ഒരു വർഷത്തെ ചെലവ്.
ഈ വർഷം കഴിഞ്ഞ നവംബർ 13 നവംബർ 27 നോട്ട് നിരോധിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പിരിവെടുത്തത്. നോട്ട് നിരോധിച്ചതിന് ശേഷം ഞങ്ങൾ പിരിവെടുത്തിട്ട് 6.5 കോടി രൂപ അതുവഴി സമാഹരിക്കാൻ കഴിഞ്ഞു. ജയകൃഷ്ണൻ, വിജയൻ കെ, സരസമ്മ വെള്ളത്തുവൽ, ആദിയ, ബാലൻ ഗുഹൻ, വേണുഗോപാൽ, സതി MT, ചന്ദ്രലേഖ, VS ജോയി തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ഫിറോസ് കോഴിക്കോടും സംഘവും അവതരിപ്പിച്ച ഗാനമേളയും നടന്നു. കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ബീച്ച് മറൈൻ ഗ്രൌണ്ടിൽ നടക്കുന്ന 40ാമത് കാലിക്കറ്റ് ഫ്ലവർ ഷോയുടെ ഭാഗമായി നഗരത്തിൽ പുഷ്പാലംകൃത വാഹന ഘോഷയാത്ര സംഘടിപ്പിച്ചു. ബീച്ച് പരിസരത്ത് നിന്നും ആരംഭിച്ച് മറൈൻ ഗ്രൌണ്ടിൽ സമാപിച്ചു. ജനുവരി 11 മുതൽ 17 വരെ കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൌണ്ടിൽ എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ 40ാമത് കാലിക്കറ്റ് ഫ്ലവർ ഷോയ്ക്ക് തുടക്കമായി. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൌണ്ടിലാണ് ഫ്ലവർ ഷോ നടക്കുന്നത്. ഇതിനു മുന്നോടിയായി നഗരത്തിൽ പുഷ്പാലംകൃത വാഹന ഘോഷയാത്ര നടത്തി. ഇരുചക്ര വാഹനങ്ങളും 4 ചക്ര വാഹനങ്ങളും പുഷ്പാലംകൃതമായാണ് നഗരം ചുറ്റിയത്. ബീച്ച് പരിസരത്തു നിന്നും ആരംഭിച്ച വാഹന ഘോഷയാത്ര മറൈൻ ഗ്രൌണ്ടിൽ സമാപിച്ചു. ചെടികളിൽ ജലവിനിമയവും ജലസംരക്ഷണവും എന്നതാണ് ഈ വർഷത്തെ മേളയുടെ പ്രമേയം. ആർക്കിടെക്ട് RK രമേശ്, ശാസ്ത്രജ്ഞൻ ഡോക്ടർ A അൻസാരി എന്നിവർ ചേർന്നാണ് പുഷ്പമേള ഒരുക്കുന്നത്. ജില്ലാ കളക്ടർ ചെയർമാനും KV സക്കീർ ഹുസൈൻ ജനറൽ കൺവീനറുമായ സംഘടക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. KV സക്കീർ ഹുസൈൻ, M രാജൻ, ഡോക്ടർ A അൻസാരി, MA ജേക്കബ്, P സുന്ദർരാജ്, കൌൺസിലർ P കിഷൻചന്ദ്, അജിത് കുരിത്തടം എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 40ാമത് കാലിക്കറ്റ് ഫ്ലവർ ഷോ ജനുവരി 11 മുതൽ 17 വരെ കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൌണ്ടിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യക്കകത്തും പുറത്തു നിന്നുമുള്ള ആന്തൂറിയും പുതുമയാർന്ന വിവിധയിനം ചെടികളും പൂക്കളുമാണ് കാലിക്കറ്റ് ഫ്ലവർ ഷോ 2017 മിസ്റ്റർ കേരള, മിസ് കേരള 2016-17 മത്സരങ്ങൾ കോഴിക്കോട്ട് നടക്കും. ജനുവരി 22 ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ശരീര സൗന്ദര്യ മത്സരങ്ങൾ നടക്കുക. തെരഞ്ഞെടുക്കപ്പെടുന്നവർ മാർച്ചിൽ ഹരിയാനയിൽ നടക്കുന്ന മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കും. ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് കേരളയുടെയും ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ ഓഫ് കോഴിക്കോടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംസ്ഥാന ശരീര സൗന്ദര്യ മത്സരങ്ങൾ ജനുവരി 22 VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. കേരള സ്പോർട്സ് കൌൺസിലിന്റെയും കേരള ഒളിമ്പിക് അസോസിയേഷന്റെയും അംഗീകാരമുള്ള ഈ മത്സരത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമായി 300ഓളം പുരുഷ വനിതാ താരങ്ങൾ പങ്കെടുക്കും. രാവിലെ 10 മണി വരെ രജിസ്ട്രേഷനും 10 മുതൽ 12 മണി വരെ ഭാരനിർണയവും വൈകുന്നേരം 4 മണി മുതൽ മത്സരങ്ങളും ആരംഭിക്കും. ഇതോടൊപ്പം മോഡൽ ഫിസിക്, സ്പോർട്സ് ഫിസിക് മത്സരങ്ങൾ പുരുഷ വനിതാ വിഭാഗങ്ങൾക്ക് ഉണ്ടാകും. ഈ വർഷം മുതൽ അംഗീകാരമില്ലാതെ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു സംഘടന ഈ സംഘടനയിൽ ലയിച്ച് ഒരുമിച്ചാണ് മത്സരത്തിൽ പങ്കെടുക്കുക എന്നും ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ സംസ്ഥാന ചെയർമാൻ അബു സലീം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തനത് നാടൻ കലാമേള ഉത്സവത്തിൽ പേരാമ്പ്രയിലെ സുർജിത്ത് പണിക്കരും സംഘവും തിറയാട്ടം അവതരിപ്പിച്ചു. ആദിവാസി കലയായ കുറവന്മാരുടെ കോൽക്കളിയും അരങ്ങേറി. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തനത് നാടൻ കലാമേള ഉത്സവത്തിൽ കഴിഞ്ഞ ദിവസം തിറയാട്ടവും ആദിവാസി കലയായ കുറുമരുടെ കോൽക്കളിയും നടത്തി. വയനാട് അമ്പലവയൽ നെല്ലറച്ചാലിൽ നിന്നുള്ള കോൽക്കളി സംഘമാണ് കോൽക്കളി അവതരിപ്പിച്ചത്. കുറുമർ വിവാഹാവസരത്തിലും ഉത്സവത്തിലും അവതരിപ്പിക്കുന്ന കോൽക്കളിയാണ് അരങ്ങേറിയത്. കംസവധമായിരുന്നു കഥ. ശ്രീകൃഷ്ണന്റെ ജനനം, ലീലകൾ തുടങ്ങി കംസനെ വധിക്കുന്നതുവരെയുള്ള ഭാഗമാണ് പാടി കളിച്ചത്. ചുറ്റൽ, പേശൽ, ചവിട്ട് എന്നീ 3 അടക്കങ്ങളാണ് അവതരിപ്പിച്ചത്. ആകെ 18 അടക്കമുണ്ടെങ്കിലും സമയപരിധി കാരണം 3-ൽ ചുരുക്കി. പേരാമ്പ്രയിലെ സുർജിത് പണിക്കരും സംഘവുമാണ് തിറയാട്ടം അവതരിപ്പിച്ചത്. പുലിയൂർ കളി, ഭഗവതി തിറ എന്നിവ അവതരിപ്പിച്ചു. കൊയിലാണ്ടി മുജുകുന്നിൽ കെട്ടിടത്തിന് മുകളിൽ ബോംബ് കണ്ടെത്തിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഗവൺമെന്റ് കോളേജിന് സമീപത്തെ കെട്ടിടത്തിൽ നിന്നും ബക്കറ്റിൽ ഒളിപ്പിച്ച നിലയിൽ ബോംബ് കണ്ടെത്തിയത്. ബോംബ് സ്ക്വാഡ് നിർവീര്യമാക്കി.
കൊയിലാണ്ടി മുജികുന്ന് ഗവൺമെന്റ് കോളേജിന് സമീപത്തുള്ള കെട്ടിടത്തിന് മുകളിൽ പ്ലാസ്റ്റിക് ബക്കറ്റിൽ ഒളിപ്പിച്ച നിലയിലാണ് ബോംബ് കണ്ടെടുത്തത്. കൊയിലാണ്ടി പോലീസും വടകര ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാലപ്പഴക്കമുള്ളവയാണെന്നും പോലീസ് പറഞ്ഞു. തുടർന്ന് കീഴരിയൂർ നടുവത്തൂർ ക്വാറിയിൽ നിർവീര്യമാക്കി. കച്ചവട സ്ഥാപനത്തിന് മുകളിൽ കയറിയ പ്രദേശവാസിയാണ് ബോംബ് കണ്ടത്. ഉടൻ തന്നെ വിവരം കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയായിരുന്നു. സിഐയുടെയും എസ്ഐയുടെയും നേതൃത്വത്തിൽ പോലീസ് സംഘവും വടകര റൂറലിലെ ബോംബ് സ്ക്വാഡിലെ വിദഗ്ധരും പരിശോധന നടത്തി. കണ്ടെടുത്ത 3 സ്റ്റീൽ ബോംബുകളും പൈപ്പുകളും പോലീസ് കസ്റ്റഡിയിലെടുത്ത് കീഴരിയൂർ ക്വാറിയിൽ നിന്ന് നിർവീര്യമാക്കി. പ്രദേശത്ത് തടിച്ചുകൂടിയ ജനക്കൂട്ടം ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വീടുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെക്കുറിച്ചും വാഹനങ്ങൾ തീവച്ചതിനെക്കുറിച്ചും സമഗ്ര അന്വേഷണം നടത്തണമെന്നും നാട്ടുകാർ പറഞ്ഞു. മുജികുന്നിലെ രാഷ്ട്രീയ പൊതുയോഗങ്ങളിൽ പ്രകോപനപരമായ പ്രസംഗങ്ങളും വെല്ലുവിളികളും നടത്തുന്നത് ജനങ്ങളിൽ ഭീതി ഉണർത്തുന്നതായും പറയുന്നു. കെട്ടിടത്തിനും ഏതാനും മീറ്റർ അകലെയാണ് നഴ്സറി സ്കൂൾ പ്രവർത്തിക്കുന്നത്. ബോംബ് കണ്ടതോടെ കുരുന്നുകുട്ടികളും ഭീതിയിലായി. നിരവധി ആളുകൾ വിവിധ ആവശ്യത്തിനായി എത്തുന്ന സ്ഥലമാണിത്. കൊയിലാണ്ടി എസ്ഐയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് സിഐ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പഞ്ചായത്ത് അംഗത്തിന്റെ കാർ തീവെച്ച് നശിപ്പിച്ച നിലയിൽ. ഒളവണ്ണ പഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ സബിഷ രാജേഷിന്റെ കാറാണ് അജ്ഞാതർ തീവെച്ച് നശിപ്പിച്ചത്. സമീപത്തു നിന്നും പെട്രോളും തീപ്പെട്ടിയും കണ്ടെടുത്തു. നല്ലളം പോലീസ് കേസെടുത്തു. രാത്രിയിൽ വീട്ടിൽ നിർത്തിയിട്ട കാർ തീയിട്ട് നശിപ്പിക്കാൻ ശ്രമം. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പർ സബിഷ രാജേഷിന്റെ കാറാണ് തീയിട്ട് നശിപ്പിച്ചത്. പന്തീരങ്കാവ് അത്താണിക്ക് സമീപം മെമ്പറുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട KL11U 3412 നമ്പറിലുള്ള മാരുതി സെൻ കാറാണ് അഗ്നിക്ക് ഇരയായത്. സമീപത്തു നിന്നും തീപ്പെട്ടിയും പെട്രോൾ നിറച്ച കുപ്പിയും ലഭിച്ചതോടെ സാമൂഹ്യവിരുദ്ധർ നടത്തിയ ആക്രമണമാണ് ഇത് എന്നാണ് നാട്ടുകാർ അനുമാനിക്കുന്നത്. ഒരു മാസം മുന്നേ ഒരു 3 റെസിഡൻസ് കൂടിയിട്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. അതിന്റെ ഒരു സായാഹ്ന ധർണ നടത്തി. അപ്പോൾ അതിന്റെ ഒരു വ്യക്തിപരമായിട്ടൊരു കാര്യം എനിക്കറിയില്ല. പക്ഷെ അങ്ങനത്തെ എന്തോ ഒരു സാമൂഹ്യവിരുദ്ധ ചെയ്തതായിരിക്കാം എന്ന് തോന്നുന്നു. രാത്രി 2 മണിയോടെ കാറിൽ തീ പടരുന്നത് കണ്ട സമീപവാസികൾ ഉടൻ തീയണച്ചതിനാൽ പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിച്ച് ഉണ്ടായേക്കാവുന്ന വൻ അപകടം ഒഴിവായി. നല്ലളം പോലീസും ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഉദ്യോഗസ്ഥരായ വത്സരാജ്, ശ്രീജയ എന്നിവരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. സമീപകാലത്ത് പ്രദേശത്തെ മദ്യം മയക്കുമരുന്ന് മാഫിയക്കെതിരെ ശക്തമായ നടപടികൾ റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷന്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്നു. ഇതിൽ പ്രകോപിതരായവരാണ് ആക്രമണം നടത്തിയത് എന്നാണ് നാട്ടുകാരുടെ പക്ഷം. മദ്യത്തിന്റെ കൂടെ ഇപ്പം കഞ്ചാവ് മാഫിയ ഇവിടെ മയക്കുമരുന്നുകൾ സജീവമാകുന്നുണ്ട്. അത് ഇവിടെ മാത്രമല്ല, സമീപത്തുള്ള സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ച് അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ വിപത്ത് പന്തീരങ്കാവ് അങ്ങാടിയിൽ അത് സർവത്രമാണ്. തമിഴ്നാടിന്റെ ശക്തമായ വെല്ലുവിളികളെ അതിജീവിച്ച് സർവീസസ് സന്തോഷ് ട്രോഫി യോഗ്യതാ മത്സരത്തിൽ വിജയിച്ചു. ഫൈനൽ റൗണ്ടിലെത്തി. ദക്ഷിണ മേഖലയിൽ നിന്നും കേരളവും സർവീസസുമാണ് ഫൈനലിൽ കളിക്കുക. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൗണ്ടിലേക്ക് നിലവിലെ ജേതാക്കളായ സർവീസസ് യോഗ്യത നേടി. ദക്ഷിണ മേഖല യോഗ്യതാ മത്സരത്തിൽ ഗ്രൂപ്പ് ബിയിൽ 3 കളിയും ജയിച്ചാണ് സർവീസസ് അവസാന റൗണ്ടിലേക്ക് കുതിച്ചത്. അവസാന മത്സരത്തിൽ പൊരുതി കളിച്ച തമിഴ്നാടിനെ 1-2 ഗോളിലാണ് കീഴടക്കിയത്. സർവീസസിനു വേണ്ടി അർജുൻ ടുഡുവും ബ്രിട്ടോയും ലക്ഷ്യം കണ്ടപ്പോൾ ജോക്സൺ ദാസ് തമിഴ്നാടിന്റെ ഗോൾ നേടി. സർവീസസിനെ ഞെട്ടിച്ച പ്രകടനമാണ് തുടക്കം മുതൽ തമിഴ്നാട് പുറത്തെടുത്തത്. ആദ്യമായി ദേശീയ ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കാനെത്തിയ ലക്ഷദ്വീപിന് ആശ്വാസ ജയമാണ് ലഭിച്ചത്. ഏകപക്ഷീയമായ 1 ഗോളിനാണ് ലക്ഷദ്വീപ് ടീം തെലങ്കാനയെ അടിയറവ് പറയിച്ചത്. 54 മിനിറ്റിൽ കോർണർ കിക്കിൽ നിന്നും ബോക്സിലേക്ക് എത്തിയ പന്ത് ലക്ഷദ്വീപിന്റെ KP ഉമ്മർ വലയിലേക്ക് തിരിച്ചുവിട്ടു. ഡിസംബർ അവസാനമാണ് ലക്ഷദ്വീപിന് സന്തോഷ് ട്രോഫിയിൽ പങ്കെടുക്കാൻ എൻട്രി ലഭിച്ചത്. സന്തോഷ് ട്രോഫി കളിക്കുന്ന ടീമിനെ പരിശീലിപ്പിക്കാൻ B ലൈസൻസ് വേണമെന്നതിനാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്കൂൾ ചീഫ് CM ദീപകിനെ മുഖ്യ പരിശീലകനാക്കിയാണ് ലക്ഷദ്വീപ് കളിക്കാനിറങ്ങിയത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജിഷ്ണുവിന്റെ മരണത്തിന് ഉത്തരവാദികൾ ഭരണകൂടമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയ്. അന്വേഷണമെന്ന പ്രഹസനം നടത്തി കേസ് തേച്ചുമായ്ച്ചു കളയാൻ ശ്രമമെന്നും VS ജോയ്. വെല്ലുവിളികളെ മറികടന്ന് മലപ്പുറത്തു നിന്നൊരു സംഘം കോഴിക്കോട്ട്. കളിച്ചും ചിരിച്ചും നഗരക്കാഴ്ചകൾ കണ്ട് മടക്കം.
ധനുമാസ തിരുവാതിരയെ വരവേറ്റ് മലയാളി മംഗമാർ. നാടും നഗരവും ആഘോഷ നിറവിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.